ഡിയർ ഫ്രണ്ട്സ്, ഞാനൊരു പോളിംഗ് ഇട്ടായിരുന്നു. മലയാളത്തിൽ കൂടി ക്ലാസ് എടുക്കണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മലയാളത്തിലും കൂടെ എക്സ്പ്ലനേഷൻ വേണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു പോളിംഗ് ചെയ്തത്. അതിൽ 74% പേർക്ക് മലയാളത്തിലും കൂടി വേണമെന്നും 26% പേർക്ക് പഴയ പോലെ ഇംഗ്ലീഷ് മാത്രം മതിയെന്നും പറഞ്ഞിരുന്നു. പോൾ ചെയ്തപ്പോൾ വന്നിരുന്നു. അതിൽ ഞാൻ വിചാരിച്ചത് ഒരു 95% മുകളിൽ ആളുകൾ മലയാളം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മലയാളത്തിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. ചില ആളുകൾക്ക് മലയാളം മനസ്സിലാകാത്ത ആളുകളാണെന്ന് തോന്നുന്നു. അവർക്ക് ഇംഗ്ലീഷിൽ ക്ലാസ്സുകൾ വേണം എന്ന് പറയുന്നു. നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസൊക്കെ ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ പഴയ പോലെ തന്നെ ഞാൻ ക്ലാസ് അതേ രീതിയിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോകൾ മുതൽ പഴയ പോലെ തന്നെ വീഡിയോകൾ ഇടുന്നതായിരിക്കും. താങ്ക് യു. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ കേരള PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അത് 2018 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഇംഗ്ലീഷിലായിരുന്നു കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്തത്. അപ്പൊ മലയാളത്തിലെ എക്സ്പ്ലനേഷൻ കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എത്രമാത്രം സബ്സ്ക്രൈബേഴ്സ് പുറത്തുനിന്നുണ്ടെന്ന് അറിയില്ല. കുറച്ച് പേരെ ഉള്ളെന്ന് തോന്നുന്നു. ഞാനിപ്പോ ഒരു വോട്ട് ചെയ്തപ്പം പോള് ഇട്ടായിരുന്നു. അപ്പൊ ഒരു 86% പേര് തന്നെ കേരളത്തിൽ നിന്നാണ് വന്നത്. അപ്പൊ കൂടുതലും കേരളത്തിൽ നിന്നായതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിൽ കുറച്ച് എക്സ്പ്ലനേഷൻ തരാം. അപ്പം ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കുറച്ച് ഇംഗ്ലീഷിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മലയാളത്തിൽ തരാം. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ കുറച്ചും കൂടെ ഒരു വിശദീകരണം തരികയും ചെയ്യാം. അപ്പം ഇനി മുതലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും. അപ്പൊ നേരത്തെ ഞാൻ ചെയ്തു വെച്ച 2-3 വീഡിയോകൾ ഇംഗ്ലീഷിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും കുറച്ച് എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷിൽ വരും. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനിയും നമ്മൾ മലയാളത്തിൽ കൂടുതലും എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇപ്പോഴും ഇനിയും 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ തരാം. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം കേരള PSCയുടെ DHSന്റെ സിലബസ് ഒന്നും നമുക്ക് വീഡിയോയിലൂടെ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. എല്ലാ ദിവസവും വീഡിയോ ഇടുകയാണെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. പക്ഷെ എങ്കിൽ കൂടെയും എനിക്കും അത്ര സമയം ഇല്ലാത്തത് കൊണ്ട് എല്ലാം ഒന്നും കവർ ചെയ്യാൻ കഴിയില്ല. പക്ഷെ മാക്സിമം ഞാൻ നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്യുന്നത് പോലെ, വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് പോലെ ഞാൻ ടോപ്പിക്കുകൾ ഇടുന്നതായിരിക്കും. ഇപ്പൊ ഒരു കുട്ടികൾ ചോദിച്ചിരുന്നു ഹൈപ്പോതൈറോയിഡിസോ ഹൈപ്പർ തൈറോയിഡിസോ ഒക്കെ ചോദിച്ചിരുന്നു. അതുപോലെ ഇമ്മ്യൂണൈസേഷൻ ചോദിച്ചായിരുന്നു. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പം കമ്മ്യൂണിറ്റിയുടെ കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അതുപോലെ മാനേജ്മെന്റ്, നഴ്സിംഗ് മാനേജ്മെന്റ് വേണമെന്ന് പറഞ്ഞു, റിസർച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ നിങ്ങൾ പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഞാൻ വന്നിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരിക്കും ഞാൻ തരുന്നത്. ചില സിസ്റ്റവും തരാം. അപ്പൊ സമയം ഉള്ളതുപോലെ ഞാൻ അങ്ങനെ തരുന്നതായിരിക്കും. അപ്പം നന്നായിട്ട് പഠിക്കുക. പഠനം നിങ്ങൾ വിടരുത്. സമയം കിട്ടുമ്പോഴൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. നഴ്സിംഗ് മാനേജ്മെന്റ്, റിസർച്ചും അതുപോലെ നഴ്സിംഗ് എഡ്യൂക്കേഷനും ഒക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കൂടുതൽ തരുന്നതായിരിക്കും. പക്ഷെ തരുമ്പോഴൊക്കെ എനിക്ക് അധികം വ്യൂസ് ആൾക്കാർ കാണുന്നില്ല. ഒരുപക്ഷെ ബോറിംഗ് ആയ സബ്ജക്റ്റ് ആയതുകൊണ്ടായിരിക്കും. പക്ഷെ അത്തരത്തിലുള്ള സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ധാരാളം വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചായിരുന്നു ലീഗൽ ഇഷ്യൂസ് ഇൻ നഴ്സിംഗിനെ പറ്റിയൊക്കെ ഒന്ന് ചെയ്യാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ മാക്സിമം സമയം കിട്ടുന്ന പോലെ പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2018 നടന്ന ഒരു എക്സാം ആണ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു എക്സാം DME ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ 2018 ഫെബ്രുവരി 3 നടത്തിയ ഒരു എക്സാം ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ DHS അല്ലെങ്കിൽ DME ഏതെടുത്താലും നടന്ന ഒരു എക്സാം ആണ് ഇത് 2018. അതിനുശേഷം ഇപ്പം കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഇപ്പം എക്സാം നടന്നിട്ടില്ല. ഇപ്പൊ ശരിക്കും എക്സാം നടക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ യഥാർത്ഥത്തില് ഈ ഒരു കൊറോണ കാരണം എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് എക്സാം ഏകദേശം ഒരു ഒക്ടോബർ, നവംബർ ആ ഒരു മാസങ്ങൾക്ക് ശേഷം മാത്രമേ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് GKയും ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് പോവാം. അടുത്ത പ്രാവശ്യത്തെ എക്സാമിന് GK, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഇപ്പൊ 40ാമത്തെ ക്വസ്റ്റ്യൻസ് തൊട്ടാണ് നമുക്ക് തുടങ്ങുന്നത്. അതായത് വിച്ച് എമംഗ് ദ ഫോളോവിങ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ടെക്നോളജി ഈസ് യൂസ്ഡ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് കാറ്റിൽ പോപ്പുലേഷൻ? ഓപ്ഷൻസ് ICSI, ഗിഫ്റ്റ്, MOET, ZIFT. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് MOET ആണ്.
അതായത് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രയോ ട്രാൻസ്ഫർ ആണ് ഇതിന്റെ ഫുൾ ഫോം. MOET എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രയോ ട്രാൻസ്ഫർ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ പ്രൊസീജിയർ യൂസ്ഡ് ഇൻ അഡ്വാൻസ്ഡ് കാറ്റിൽ ബ്രീഡിംഗ്. അതായത് പശുക്കളെയൊക്കെ അല്ലെ പശുക്കൾ അതുപോലെ ആടുകളെയൊക്കെ ബ്രീഡ് ചെയ്യുന്നതിനുള്ള ഒരു ടെക്നോളജിയാണിത്. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രയോ ട്രാൻസ്ഫർ എന്നുള്ള ആണ് ഇതിന്റെ ഫുൾ ഫോം. ICSI എന്ന് പറഞ്ഞാൽ എന്താണ്? ICSI യു മേ ബി ഹാഡ് ദാറ്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പാം ഇഞ്ചക്ഷൻ. ഫുൾ ഫോം ഓഫ് ICSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പാം ഇഞ്ചക്ഷൻ, ഇൻവോൾവ്സ് ഇഞ്ചക്ഷൻ ഓഫ് സിംഗിൾ സ്പാം ഡയറക്ട്ലി ഇൻടു എ മച്ചുർ എഗ്. അതായത് ഇൻഫെർട്ടിലിറ്റി ഒരു മെയിലിന്റെ പ്രോബ്ലം കൊണ്ടാണെങ്കിലാണ് ICSI ചെയ്യുന്നത്. ഒരു മെയിൽസിന്റെ എന്തെങ്കിലും സ്പാം കൗണ്ട് കുറവോ ഇല്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സ്പാം, നല്ല ആരോഗ്യമുള്ള ഒരു സ്പാം എടുത്തിട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യും, മച്ചുർ ആയിട്ടൊരു എഗ്ഗിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. അതാണ് ICSI എന്ന് പറയുന്നത്. പിന്നെ ഗിഫ്റ്റ്, GIFT, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗമേറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് അതിന്റെ ഫുൾ ഫോം. അത് നമ്മൾ ഇൻഫെർട്ടിലിറ്റിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗിഫ്റ്റ്. അതുപോലെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഇത് നാല് മെത്തേഡും നമ്മൾ എന്താ പറയാ, ഈ 4 മെത്തേഡും നമ്മൾ ഇൻഫെർട്ടിലിറ്റിക്ക് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പോർട്ടൽ വെയിൻ? കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. ഹെപ്പറ്റിക് വെയിൻ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പോർട്ടൽ വെയിൻ. ഹെപ്പറ്റിക് വെയിൻ ഓർ പോർട്ടൽ വെയിൻ ഈസ് എ ബ്ലഡ് വെസൽ ദാറ്റ് ക്യാരി ബ്ലഡ് ഫ്രം gastrointestinal tract. Portal vein, that is a blood vessel that carry blood from gastrointestinal tract. Next question. A form of self-evaluation that help nurse judge personal performance and make judgment about standards of practice. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് റിഫ്ലക്ഷൻ ആണ്. A form of self-evaluation that help nurse judge personal performance and make judgment about standards of practice, that is reflection. Repression. What is repression? Repression എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ repression is a, in psychology, repression means exclusion of distressing memories, thoughts or feelings from conscious mind. ഒന്നുകൂടെ വായിക്കാം. Repression means exclusion of distressing memories, thoughts or feelings from conscious mind. അതായത് ഉദാഹരണം പറയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ട്രെസ്ഫുൾ മെമ്മറീസ് ഒരു കുട്ടിക്കുണ്ടായി. അതായത് എന്തെങ്കിലും അബ്യൂസ്, പാരന്റ്സ് സൈഡിൽ നിന്ന് അബ്യൂസ് വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും അബ്യൂസ് ചെയ്തു ആ കുട്ടിയെ. അപ്പൊ ആ കുട്ടി വലുതാകുമ്പോൾ അത് ഫോഴ്സ്ഫുൾ ആയിട്ട് ആ കുട്ടി മറക്കാൻ ശ്രമിക്കുകയാണ്. ആ കുട്ടിയുടെ പഴയ കാലത്തുള്ള ഓർമ്മകൾ, ബാഡ് മെമ്മറീസ് മറക്കാൻ ശ്രമിക്കുന്നതിന് നമുക്ക് റിപ്രഷൻ എന്ന് പറയാം. ചൈൽഡ് അബ്യൂസ് പാരന്റ് വലുതാകുമ്പോൾ അൺഅവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ പാസ്റ്റ്. The child don't know what was happening in the past. That is repression. Regression എന്ന് പറഞ്ഞാൽ, what is regression? Regression means return to earlier stage, childhood stage. Regression means ചില പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, ചില ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കുട്ടികളെ പോലെ പെരുമാറും. കാരണം അറ്റൻഷൻ സീക്കിംഗ് ആണ്, അറിയാതെ അങ്ങനെ പെരുമാറുന്നതാണ്. അവർ അറിയാതെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു മെക്കാനിസം നടക്കുന്നതാണ്. അവിടെ നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അൺകോൺഷ്യസ്ലി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആ കുട്ടിയുടെ ആ ഒരാളുടെ ചിന്തകൾ വരികയാണ്, പഴയ ഒരു കുട്ടിക്കാലം പോലെ പെരുമാറുന്നതാണ്. അതാണ് റിഗ്രഷൻ. ഗോയിങ് ടു ഇയർലിയർ സ്റ്റേജ്, ദാറ്റ് ഈസ് റിഗ്രഷൻ. The point at which the chlorine demand of water is fully met is called. Correct answer is break point. Break point ആണ് correct answer. The point at which the chlorine demand of water is fully met is called break point. Next question. The conflict carried by individuals not for themselves but for an ideal. Correct answer is positive conflict. Positive conflict is the conflict carried by individual not for themselves but for an ideal. Next question. Mosquito which breed in dirty and polluted water. Correct answer വരുന്നത് ക്യൂലക്സ് മസ്കിറ്റോ. ക്യൂലക്സ് മസ്കിറ്റോകള് ഡയർട്ടി
ആൻഡ് പൊല്യൂട്ടഡ് വാട്ടറിൽ കാണുന്ന മസ്കിറ്റോ ആണ് ക്യൂലക്സ് മസ്കിറ്റോ. പക്ഷെ ഈഡിസ് ഈജിപ്തി എന്നുള്ള മസ്കിറ്റോ ക്ലിയർ വാട്ടറിൽ കാണുന്നതാണ് ഈഡിസ് ഈജിപ്തി. ഡെങ്കു വൈറസ് കോസ്ഡ് മസ്കിറ്റോ ഈഡിസ് ഈജിപ്തി ബ്രീഡ് ഇൻ ക്ലിയർ വാട്ടർ. ഡെങ്കു വൈറസ് ഉണ്ടാക്കുന്ന മസ്കിറ്റോ ആണ് ഈഡിസ് ഈജിപ്തി. ക്യൂലക്സ് മസ്കിറ്റോ ആണ് പൊല്യൂട്ടഡ് വാട്ടറിൽ. അതുപോലെ അനോഫിലസ് മസ്കിറ്റോ ഉണ്ടാക്കുന്നതാണ് മലേറിയ. ക്യൂലക്സ് മസ്കിറ്റോ ഉണ്ടാക്കുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ ഫീവർ. ക്യൂലക്സ് മസ്കിറ്റോ ഉണ്ടാക്കുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ ഫീവർ. അനോഫിലസ് മസ്കിറ്റോ ഉണ്ടാക്കുന്ന രോഗമാണ് മലേറിയ. അനോഫിലസ് മസ്കിറ്റോസ് ട്രാൻസ്മിറ്റ്സ് മലേറിയ. ക്യൂലക്സ് മസ്കിറ്റോസ് വെസ്റ്റ് നൈൽ ഫീവർ. ഈഡിസ് ഈജിപ്തി എന്നുള്ള മസ്കിറ്റോ ആണ് ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ ഈസ് ഓൾസോ നോൺ ആസ്. കറക്റ്റ് ആൻസർ ഈസ് മിഡ് ഡേ മീൽ സ്കീം. നാഷണൽ പ്രോഗ്രാം of nutritional support to primary education is also known as midday meal scheme. Next question, epidemiological triad excludes. Questions വളരെ ശ്രദ്ധിക്കണം. എക്സ്ക്ലൂഡ്സ് ആണ് ഈ 4 ഓപ്ഷനിൽ. അതിൽ എപ്പിഡെമിയോളജിക്കൽ ട്രയാഡിൽ പെടാത്തത് ഹെൽത്ത് ആണ്. സോ എപ്പിഡെമിയോളജിക്കൽ ട്രയാഡ് എക്സ്ക്ലൂഡ്സ് ഹെൽത്ത്. ഏജന്റ്, ഹോസ്റ്റ്, എൻവയോൺമെന്റ് ഒക്കെ എപ്പിഡെമിയോളജി. Next question, infection of diphtheria antitoxin gives. Correct answer is passive immunity. Injection of diphtheria antitoxin gives passive immunity. Injection of diphtheria antitoxin gives passive. Next question, the storage temperature of BCG vaccine. Correct answer is 2 to 8 degrees Celsius. The storage temperature of BCG vaccine 2 to 8 degrees Celsius. Next question, a strategy for effective communication where the interviewer validate information from the client without changing the meaning of statement. Correct answer is paraphrasing. A strategy for effective communication where the interviewer validate information from the client without changing the meaning of statement, that is paraphrasing. Next question, volume of blood pumped by the heart during 1 minute in a normal healthy adult. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് 500 ml per minute എന്നുള്ളതാണ്. വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ ദ ഹാർട്ട് ഡ്യൂറിംഗ് 1 minute in a normal healthy adult 5000 ml per minute. Next question, formula used for converting Celsius scale of temperature to Fahrenheit scale. C is equal to 9/5 into C plus 32 ആണ് correct answer. സെൽഷ്യസ് സ്കെയിലിനെ ഫാരൻഹീറ്റ് സ്കെയിലിലേക്ക് കൺവെർട്ട് ചെയ്യുന്നത് 9/5 into C plus 32. Next question, a physician order means medication can be given only once at a specified time. Correct answer is single order ആണ്. A physician order means medication to be given only once at a specified time, that is single order. എന്താണ് സ്റ്റാർട്ട് ഓർഡർ? സ്റ്റാർട്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഓർഡർ മീൻസ് ഇമ്മീഡിയറ്റ്ലി വി ഹാവ് ടു അഡ്മിനിസ്റ്റർ. പെട്ടെന്ന് കൊടുക്കുന്ന, ഇപ്പൊ ഫിസിഷ്യൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ കൊടുക്കണം, അതാണ് സ്റ്റാർട്ട് ഓർഡർ. PRN ഓർഡർ ആസ് നീഡഡ്, ആവശ്യം പോലെ ആസ് നീഡഡ് വി ക്യാൻ അഡ്മിനിസ്റ്റർ ഇഞ്ചക്ഷൻ ഓർ ടാബ്ലറ്റ്. Next question, the site preferred for giving IM injection for adults and anyone over 7 months called. Correct answer is ventrogluteal. The site preferred for giving IM injection for adults and anyone over 7 months called ventrogluteal. അപ്പൊ നമുക്ക് യൂഷ്വലി ഒരു IM ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അഡൽട്സിനാണെങ്കിൽ വെൻട്രോഗ്ലൂട്ടിയൽ സൈറ്റ് ആണ്. ഓവർ 7 months, യൂഷ്വലി ആഫ്റ്റർ 12 months ആണ് വെൻട്രോഗ്ലൂട്ടിയൽ സൈറ്റ് പ്രിഫർ ചെയ്യുന്നത്. ആഫ്റ്റർ 12 months. If there is question came like this, you can answer ventrogluteal. And vastus lateralis IM injection in infants under 12 months of age.
വാസ്റ്റസ് ലാറ്ററാലിസിൽ നമുക്ക് ആന്റീരിയർ തൈയിലുള്ള മസിലാണ് വാസ്റ്റസ് ലാറ്ററാലിസ്. യൂഷ്വലി child below 12 months vastus lateralis we can prefer under 12 months of age. Ventrogluteal usually adults and child above 7 months old. Next question, rising ICP intracranial pressure is accompanied by, correct answer is bradycardia and hypertension. ICP intracranial pressure നമുക്ക് ഉണ്ടാകുന്നത് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് മൂലം, ഹെഡ് ഇഞ്ചുറി മൂലം ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രെയിൻ ട്യൂമർ, ഒരു മാലിഗ്നന്റ് ബ്രെയിൻ ട്യൂമർ ഉണ്ടാകുമ്പോൾ ICP കൂടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു CVA മൂലം ICP കൂടാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് ബ്രാഡിക്കാർഡിയ പൾസ് റേറ്റ് കുറയുകയും BP കൂടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രാഡിക്കാർഡിയ ആൻഡ് ഹൈപ്പർടെൻഷൻ. അപ്പൊ നോർമൽ ICP എന്ന് പറഞ്ഞാൽ 5 to 15 mmHg ആണ്. നോർമൽ ഇൻട്രാക്രാനിയൽ പ്രഷർ എന്ന് പറയുമ്പോൾ 5 to 15 mmHg. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രോസസ് ഓഫ് റീഡയറക്ടിംഗ് ദ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ അൺആക്സെപ്റ്റബിൾ ഡിസൈഡ്സ് ഓർ ആക്ടിവിറ്റീസ് സോ ദാറ്റ് ദേ ബിക്കം ആക്സെപ്റ്റബിൾ. കറക്റ്റ് ആൻസർ ഈസ് സബ്ലിമേഷൻ ആണ്. എ പ്രോസസ് ഓഫ് റീഡയറക്ടിംഗ് ദ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ അൺആക്സെപ്റ്റബിൾ ഡിസൈഡ്സ് ഓർ ആക്ടിവിറ്റീസ് സോ ദാറ്റ് ദേ ബിക്കം ആക്സെപ്റ്റബിൾ. സബ്ലിമേഷൻ. സബ്ലിമേഷൻ സോഷ്യലി ആക്സെപ്റ്റബിൾ ഡിസൈഡ്സ്. അതായത് ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരാൾക്ക് ഓവർ സെക്ഷൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ഓവർ സെക്ഷൽ ആക്ടിവിറ്റീസ് ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചിത്രം വരയിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. അതിന് നമുക്ക് സബ്ലിമേഷൻ എന്ന് പറയാം. അതായത് സോഷ്യലി അൺആക്സെപ്റ്റബിൾ ആക്ടിവിറ്റിയാണ് നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ഓവർ സെക്ഷൽ ഡിസൈഡ്സ് ഒക്കെ. അപ്പം ഹി കൺവെർട്ടഡ് ദാറ്റ് ഡിസൈർ ടു socially approved activities like drawing or picture painting. Like that activities, he converted his mind into good social approved activities. അപ്പം ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആ ഒരു അൺആക്സെപ്റ്റബിൾ ഡിസൈർ ആയ ഓവർ സെക്ഷൽ ആക്ടിവിറ്റി ചിത്രം വരയിലേക്ക് അദ്ദേഹം തിരിച്ചു വിട്ടു. അതിനെ നമുക്ക് സബ്ലിമേഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ആണ് സബ്ലിമേഷൻ. Next question, the suitable method to handle an overactive aggressive patient is. Correct answer വരുന്നത് accepting criticism and verbal attack without punishment ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് 4 ഓപ്ഷനും വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഫയറിംഗ് ദ പേഴ്സൺ ആൻഡ് അപ്ലൈയിങ് റീസ്ട്രെയിൻസ്, അവോയ്ഡിംഗ് ദ പേഴ്സൺ ആൻഡ് നെഗ്ലക്ട് ഹിം ഫോർ എ വൈൽ, ട്രൈ ടു ചീർ അപ്പ് ദ പേഴ്സൺ ആൻഡ് ഗീവ് പ്രൈസ് ആൻഡ് എൻകറേജ്മെന്റ്. ഇതൊന്നും അത്ര ക്ലിയർ അല്ല. കറക്റ്റ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ ഡയറക്റ്റ് ചിലപ്പം വളരെ ടൈറ്റ് ആയിട്ടുള്ള ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ഞാൻ ഓർക്കുന്നുണ്ട് എയിംസിലെ ഫസ്റ്റ് എക്സാം, അതായത് 2007 എക്സാം ക്വസ്റ്റ്യൻസ് മുഴുവൻ വന്ന് ഈ ഒരു ടൈപ്പാണ്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിനകത്ത് അന്ന് എഴുതി നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ ഒരുവിധം ആൾക്കാരെല്ലാം കയറിയിട്ടുണ്ട്. അപ്പൊ എന്റെ വൈഫ് അങ്ങനെയാണ് കയറിയത്. ഒരു എക്സാം എഴുതി ഫുള്ള് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് വൈഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് മനസ്സിലായത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടും, മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെക്കമെൻഡഡ് പ്രോട്ടീൻ റിക്വയർമെന്റ് ഓഫ് ആൻ ഇന്ത്യൻ അഡൽട്ട്. കറക്റ്റ് ആൻസർ വരുന്നത് 1 gram per kilogram ബോഡി വെയിറ്റ്. മറക്കരുത്, പല ക്വസ്റ്റ്യൻസും ഞാൻ കണ്ടിട്ടുണ്ട്. റെക്കമെൻഡഡ് പ്രോട്ടീൻ റിക്വയർമെന്റ് ഓഫ് ആൻ ഇന്ത്യൻ അഡൽട്ട് 1 gram per kilogram per ബോഡി വെയിറ്റ് ആണ്. അപ്പം 46 grams ഓഫ് പ്രോട്ടീൻ പെർ ഡേ ഫോർ വുമൺ ആണ്. 46 grams ഓഫ് പ്രോട്ടീൻ പെർ ഡേ ഫോർ വുമൺ. അതുപോലെ 56 gram ഫോർ മെൻ പെർ ഡേ ആണ്. 46 grams പെർ ഡേ വുമണിനും 56 gram പെർ ഡേ മെന്നിനുമാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പൊ 1 gram per kilogram മറക്കരുത്, അതാണ് പ്രോട്ടീൻ റിക്വയർമെന്റ് ഓഫ് ഇന്ത്യൻ അഡൽട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, malnutrition comprises of following form except. കറക്റ്റ് ആൻസർ ഈസ് മൈക്രോന്യൂട്രീഷൻ. അപ്പൊ മാൽന്യൂട്രീഷനിൽ വരുന്നതാണ് ഇതൊക്കെ. അണ്ടർ ന്യൂട്രീഷൻ, ഇംബാലൻസ്, ഓവർ ന്യൂട്രീഷൻ ഒക്കെ മാൽന്യൂട്രീഷൻ വരുന്ന. അതിനകത്ത് മൈക്രോന്യൂട്രീഷൻ പെടുന്നില്ല. അതാണ് എക്സെപ്റ്റ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക.
അപ്പൊ അതിനകത്ത് പെടാത്തതാണ് മൈക്രോ ന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ കംപ്രൈസ് ഓഫ് ഫോളോയിങ് ഫോർ എക്സെപ്റ്റ് മൈക്രോ ന്യൂട്രീഷൻ. അപ്പൊ മൈക്രോ ന്യൂട്രീഷൻ there are 7 micronutrients. There are 7 micronutrients: boron, zinc, manganese, copper, iron, molybdenum and chlorine. I will read one more: boron, zinc, manganese, copper, iron, molybdenum and chlorine. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ശരീരത്തിന് അയണും സിങ്കും ഒക്കെ ആവശ്യമുള്ളതാണ്. അപ്പൊ മോളിബ്ഡിനം എന്ന് പറഞ്ഞൊരു മൈക്രോ ന്യൂട്രിയൻസ് ആട്ടോ, അത് മറക്കരുത്, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നേക്കാം. Next question, last question of this video. The ratio for giving external chest compression and breathing in CPR, correct answer 30:2 ആണ്. The ratio for giving external chest compression and breathing in CPR 30:2 ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കേരള PSCക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ മലയാളത്തിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യോ സാർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഞാനിങ്ങനെ മലയാളത്തിലൂടെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊന്ന് വായിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷനൊക്കെ മലയാളത്തിലും പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സൊക്കെ ഔട്ട് ഓഫ് കേരള ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ കൂടുതലും ചിലപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ഇങ്ങനെ വായിച്ചു പോകുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, എന്തായാലും ഇങ്ങനെ പോട്ടെ, എന്നാലും നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ ക്ലാസ് എടുക്കണം എന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. മലയാളത്തിൽ ഇങ്ങനെ എക്സ്പ്ലനേഷൻ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇങ്ങനെ എക്സ്പ്ലനേഷൻ തരാം, കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പം നമുക്ക് കേരള PSC DHSനൊക്കെ വേണ്ടി കുറച്ചും കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ എക്സ്പ്ലനേഷൻ തരാം. അപ്പം എല്ലാവർക്കും ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം റിവൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പം നന്ദി, മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.